വീണ വിജയനുമായി ബന്ധപ്പെട്ട ഏറ്റവും നിർണായകമായ വിവരങ്ങളാണ് പുറത്തുവരുന്നത്. വീണയുടെ HDFC ബാങ്കിന്റെ ലോക്കർ തുറന്നു പരിശോധിക്കാൻ ED ഉദ്യോഗസ്ഥർ എത്തുന്നു തിരുവനന്തപുരത്ത്. അത് തുറന്നു പരിശോധിക്കുമ്പോൾ ഒരുപക്ഷെ മാറ്റാനുള്ളതൊക്കെ തുറന്നു പരിശോധിക്കുമെന്ന് പറഞ്ഞപ്പോൾ നേരത്തെ മുക്കിക്കാണും. എങ്കിലും വീണ്ടും സമ്മൻസ് അയച്ച് വീണയെ ചോദ്യം ചെയ്യാൻ വിളിപ്പിക്കുന്നതിന് മുൻപുള്ള EDയുടെ നീക്കം ഏത് തരത്തിലായിരിക്കും പിണറായി കുടുംബത്തെ പ്രതിസന്ധിയിലാക്കുന്നത്? അല്ല, ഒന്നാമത്തെ കാര്യം, വീണ എന്താണ് ചെയ്യുന്നതെന്ന് വീണയ്ക്ക് തന്നെ അറിയുന്നുണ്ടായിരുന്നില്ല. അതെ. അതുകൊണ്ടാണ് ഇവരിപ്പോ ഒന്ന് നേരിട്ട് EDക്ക് മുമ്പിൽ ഹാജരാകാൻ അവർ പരമാവധി മടിച്ചത്. രണ്ടാമത് അവരെ ചോദ്യം ചെയ്യാൻ വരുമ്പോൾ അവരും അച്ഛനും കൂടി ഗുണ്ടകളെ വിളിച്ചു വരുത്തിയിട്ട് EDയെ ആക്രമിച്ചത്. നേർക്ക് നേരെ ഒരു ഏർപ്പാട് നടത്തുക. നമ്മൾ അധ്വാനിച്ച് നടത്തുന്ന ഒരു കമ്പനി, അമ്മയുടെ പെൻഷൻ പണമാണെങ്കിൽ പോലും, ഇനി അതല്ല അച്ഛൻ മുഖേന സംഘടിപ്പിച്ച പണമാണെങ്കിലും, അത് മാന്യമായി ബിസിനസ് നടത്തി പണം ഉണ്ടാക്കാൻ ആഗ്രഹിക്കുന്ന ഒരാൾ, അങ്ങനെ ചെയ്തുകൊണ്ടിരുന്ന ഒരാളാണെങ്കിൽ അവർക്ക് നല്ല ക്ലാരിറ്റി ഉണ്ടാവുമല്ലോ. എങ്ങനെയാണ്, ഏതൊക്കെയാണ് വരുമാനം, എന്തൊക്കെയായിരുന്നു സോഴ്സ്, എങ്ങനെയാണ് ഞങ്ങൾ ബിസിനസ് നടത്തിയിരുന്നത്, എന്തൊക്കെയാണ്, എന്നിട്ട് ലാഭമാണോ നഷ്ടമാണോ, ബ്രേക്ക് ഈവൻ ആണോ, ഇതൊക്കെ പറയാൻ യാതൊരു ബുദ്ധിമുട്ടും ഉണ്ടാവില്ല. ഒന്നാമത് ഇതിനൊന്നും ശേഷിയുള്ള ഒരു കക്ഷിയല്ല ഇവർ. അതിപ്പോൾ ബോധ്യപ്പെട്ടു. അതുകൊണ്ടാണ് ഞാൻ ഇപ്പോൾ അവസാനം പറഞ്ഞത് എന്താ, ഞാൻ വക്കീലിനെ പറഞ്ഞേക്കാം, എനിക്ക് വയ്യ. വക്കീലിന് ഇവർ പറഞ്ഞു കൊടുക്കാത്ത എന്താണ് വക്കീലിനറിയാം? അപ്പോൾ അതിൻ്റെ അർത്ഥം ഇവർക്ക് ഇതൊന്നും നേരിടാൻ അറിഞ്ഞുകൂടാ. ആരോ അവരെ വെച്ച് കൃത്യമായിട്ട് കളിച്ചുകൊണ്ടിരുന്നു. അത് പിണറായി വിജയനും അത്രയൊന്നും ചെയ്യാനുള്ള ശേഷിയില്ല എന്ന് എല്ലാവർക്കും അറിയാം. അപ്പോൾ പിണറായി വിജയൻ്റെ ശിങ്കിടികളും ഒക്കെ ആയി നിന്ന കൂട്ടാളികളാണ് ഇത് ചെയ്തിരുന്നത് എന്നുള്ള ഉറപ്പാണ്. അത് നേരത്തെ ഈ SNC ലാവലിൻ വന്നപ്പോൾ ഓർമ്മയില്ലേ, വീണയുടെ അമ്മയുടെ പേരിലാണ് സിംഗപ്പൂരോ മറ്റോ മദ്രാസ് ബേസ് ചെയ്തിട്ടൊരു കമ്പനി രജിസ്റ്റർ ചെയ്തിരുന്നു അന്ന്, കമല ഇന്റർനാഷണൽ എന്നോ. ഏർപ്പാട് പിണറായി വിജയന്റെ വഴി മുഴുവൻ അങ്ങനെയാണ്. ആദ്യമായിട്ട് ഒരു അധികാര സ്ഥാനം കിട്ടിയത് വൈദ്യുതി മന്ത്രിയായിരുന്നു അന്ന്. വൈദ്യുതി മന്ത്രി ആയിരിക്കുമ്പോഴാണ് SNC ലാവലിൻ വന്നത്. ലാവലിൻ പണം വന്നത് ആലോചിച്ച് നോക്കൂ, നേർക്കുനേരെ വാങ്ങിയാൽ പിടിക്കപ്പെടും എന്നുള്ളതുകൊണ്ട് അന്നത്തെ അദ്ദേഹത്തിൻ്റെ ബുദ്ധിജീവികൾ, അദ്ദേഹത്തിൻ്റെ ഉപദേശികൾ ഇദ്ദേഹത്തിന് ഉപദേശിച്ചു കൊടുത്തത് ഇങ്ങനെ കമ്പനി ഉണ്ടാക്കാനാണ്. ആ കമ്പനി പിന്നെ എവിടെ പോയി എന്ന് കണ്ടുകൂടാ. ആ സമയത്ത് ഈ ഒരു ട്രാൻസാക്ഷൻ നടന്നു. കമല ഇന്റർനാഷണൽ എന്നോ, കമല എന്ന് വെച്ചാൽ വൈഫിന്റെ പേരിൽ ഒരു കമ്പനി തുടങ്ങുന്നു, കടലാസ് കമ്പനി. പക്ഷേ ഞാൻ പെട്ട ഭാര്യയും മക്കളും ഒക്കെ പെടട്ടെ എന്ന് പറഞ്ഞിട്ടാണോ? അല്ല, എനിക്ക് തോന്നുന്നു ഇദ്ദേഹത്തിന് ഇതിന്റെ ഭവിഷ്യത്തിനെ പറ്റിയൊന്നും ഒരു ധാരണയുള്ള അന്നത്തെ അജണ്ടയുള്ളൂ. ഇപ്പോൾ എനിക്ക് ഒരുത്തന്നെ എതിരാണെന്നുണ്ടെങ്കിൽ അവനെ അങ്ങോട്ട് തീർക്കുക. ഇനി അന്നന്ന് എവിടുന്നാണോ പണം കിട്ടുന്നത് ആരെങ്കിലും പറഞ്ഞാൽ അത് വാങ്ങിക്കൂട്ടുക. അന്നന്ന് രക്ഷപ്പെടാനുള്ള തന്ത്രങ്ങളേ ഉള്ളൂ. നാളെ എന്ന് പറയുന്നൊരു സംഗതിയില്ല. അധികാരത്തിൽ നിന്ന് പുറത്തിറങ്ങി ജനങ്ങളുടെ മുമ്പിലേക്ക് ചെല്ലേണ്ടി വരുമെന്ന ചിന്തയില്ല. അന്ന് ജനങ്ങളുടെ മുമ്പിൽ ഇങ്ങനെ കൈ കാണിച്ചാൽ മതിയാവില്ലല്ലോ. ഇപ്പൊ ഇങ്ങനെ കൈ കാണിക്കുന്നുണ്ടോ? ഇല്ല. എൻ്റെ കൈ ശുദ്ധമാണെന്നൊക്കെ പറഞ്ഞ് കൈ കാണിച്ചിരുന്നല്ലോ. ആ കൈ ഇപ്പോൾ എവിടെ പോയി? ആലോചിച്ച് നോക്കൂ. ഇനി ഗുണ്ടകളെ തല്ലാൻ വിളിച്ചതെന്തിനാ? EDയെ തല്ലി ചതക്കാൻ ഗുണ്ടകളെ വിളിച്ചല്ലോ. എന്തിനായിരുന്നു? എൻ്റെ മോളെ എന്ന് പറഞ്ഞിട്ടാണ്. നിയമസഭയിൽ വികാരം കൊള്ളുന്നുണ്ട്. മോളെ കാര്യം പറഞ്ഞാൽ ഉടനെ ഇപ്പൊ എന്താണ്, ഈ പിണറായി വിജയൻ തന്നെയല്ലേ ഇവരെ EDക്ക് മുമ്പിലേക്ക് എറിഞ്ഞു കൊടുത്തത്? ഭർത്താവിന് പോലും ഗേറ്റ് വരെ പോകാനല്ലേ പറ്റുള്ളൂ. പറ്റില്ല. ഞാൻ പഴയ മുഖ്യമന്ത്രിയാണ് എന്ന് പറഞ്ഞിട്ടോ, ഞാൻ മന്ത്രിയാണെന്ന് പറഞ്ഞിട്ടോ ഭർത്താവിനോ അച്ഛനോ ഇവരെ രക്ഷിക്കാൻ കഴിയില്ല നിയമത്തിന് മുമ്പിൽ. അപ്പോൾ ചുരുക്കത്തിൽ എന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ ഇവർക്ക് അറിയാത്തൊരു പണി അവരുടെ കെയർ ഓഫിൽ. കുട്ടിക്ക് അതിനുള്ള ശേഷിയില്ല എന്ന് പഠിക്കുന്ന കാലത്ത് നമ്മൾ പലപ്പോഴും ഡിസ്കസ് ചെയ്തതാണ്. അവർ പഠിച്ചതും അവർക്ക് വേണ്ടിയല്ല, അച്ഛൻ്റെ ഇതുണ്ടല്ലോ, അച്ഛൻ്റെ എന്താ പറയുക, അന്തസ്സ് കാക്കാൻ വേണ്ടിയിട്ട് അധികാരത്തിന്റെ ഹുങ്കില് എവിടെയെങ്കിലും ഒരു സെൽഫ് ഫൈനാൻഷ്യൽ കോളേജ് കൊണ്ടുപോയി ചേർത്തിട്ട് ഇവർക്ക് ഡിഗ്രി ഉണ്ടാക്കണം. എനിക്ക് തോന്നുന്നില്ല ആ കുട്ടി പഠിച്ചിട്ടാണ് ഡിഗ്രി നേടിയത്. നമുക്ക് പറഞ്ഞുകൂടാ. ആവാൻ യാതൊരു സാധ്യതയില്ല. സർട്ടിഫിക്കറ്റുകൾ കിട്ടിയിട്ടുണ്ടാവും, കൊടുക്കുന്ന ഇമാതിരി കോളേജാണ്. എൻട്രൻസ് എഴുതാതെ അഡ്മിഷൻ കിട്ടിയ ഒരാൾ പിന്നെ പരീക്ഷ എഴുതി കാണും നമുക്ക് വിശ്വസിക്കാൻ നല്ല നിവൃത്തിയില്ല. എന്തായാലും അതിനൊന്നും ശേഷിയില്ലാത്ത ഒരാളെ കൊണ്ട് ഈ കുഞ്ചിരാമൻ കളിപ്പിച്ച്, അങ്ങനെ ഉണ്ടല്ലോ, പറ്റാത്ത പണി ചെയ്യിച്ചതിൻ്റെ ഒരു ഫലം കൂടിയാണ്. പിന്നെ എന്താണെന്ന് വെച്ചാൽ, ഈ കുട്ടിയെ വിളിച്ചിട്ട് പലപ്പോഴും ഈ പിണറായി വിജയൻ ചെയ്യേണ്ടിയിരുന്നത് സ്വന്തം കുടുംബക്കാരെ അല്ലാത്തവരെ വിശ്വാസത്തിലെടുത്തിട്ട് അവരെ കൊണ്ട് ചെയ്യിക്കണമായിരുന്നു. പക്ഷേ ശിവശങ്കരനെ പോലുള്ള അധികം തൊമ്മികളെ കിട്ടൂലല്ലോ. കാരണം അപാരമായ ആർത്തിയുള്ളവർ വേണമല്ലോ. ജീവിതത്തിൽ പണമല്ലാതെ മറ്റൊന്നും ആവശ്യമില്ല. രാവും പകലും ഉറക്കമിളച്ച് ആരോഗ്യം കുടുംബം വേണ്ട,
പണം മാത്രം മതിയും തീരുമാനിക്കുന്ന അധികം പേരെ കിട്ടൂലല്ലോ ഭൂമിയിൽ. യന്ത്രം പോലെ ഉള്ള മനുഷ്യർ, മാനുഷികമായ യാതൊരു വിചാരങ്ങളും ഇല്ലാത്ത മനുഷ്യർ. അങ്ങനെയുള്ള ശിവശങ്കരനെ ഉപയോഗിച്ചിട്ടാണ് സ്വപ്ന സുരേഷിനെ പോലും ഭരിച്ചിരുന്നത്. അപ്പോൾ ഇപ്പോൾ ഇതിലിനി ഒന്നും സംഭവിക്കാനില്ല. എനിക്ക് നല്ല ഉറപ്പാണ് അവർ കള്ളത്തരം കാണിച്ചാണെന്ന് ഞാൻ പറയില്ല. എന്താണ് ഈ എക്സാലോജിക്കൽ നടന്നത്? എന്തിനാണ് ഈ 2.78 അങ്ങനെ ഉണ്ടല്ലോ 2.78 കോടി വാങ്ങിയത്? എന്നിട്ട് എന്താണ് ചെയ്തത്? ഏത് ബാങ്കിലാണ് അക്കൗണ്ട്? ആ ബാങ്കിൽ നിന്ന് എങ്ങനെയാണ്? അങ്ങനെയാണെങ്കിൽ ഇവിടെ HDFC ബാങ്കിലാണെങ്കിൽ അതെന്താണ്? ഈ ദുബായ് ബാങ്കുമായിട്ട് എന്താണ് ഇടപാട്? തുടങ്ങിയ പ്രശ്നങ്ങളുണ്ടല്ലോ. സത്യം പറഞ്ഞാൽ ഞാൻ വിശ്വസിക്കുന്നത് ഇതൊന്നും ഈ കുട്ടി അറിഞ്ഞിട്ടല്ല എന്നാണ്. അവളെ വെച്ച് കളിച്ചതാണ്. അവസാനം നിവൃത്തിയില്ലാത്തൊരു ഘട്ടത്തിൽ പരമാവധി അവളെ മാറ്റി നിർത്താൻ നോക്കിയിട്ടുണ്ട്. നിവൃത്തിയില്ലാത്തൊരു ഘട്ടത്തിൽ അവളെ നിയമത്തിന് മുമ്പിലേക്ക് എറിഞ്ഞു കൊടുത്തു. അല്ലെങ്കിൽ എറിഞ്ഞു കൊടുക്കല്ലാതെ വേറെ വഴിയില്ലാത്ത അവസ്ഥ വന്നു. അപ്പൊ ആ കുട്ടി ആൻസർ പറയില്ല. 9 മണിക്കൂറോ എത്ര കഴിഞ്ഞ 9 മണിക്കൂർ ചോദ്യം ചെയ്യാൻ. എന്താ ഇപ്പൊ ഇത്രയും കാലം വളരെ കുറഞ്ഞ കാലത്തെ പഴക്കമുള്ള ആ കമ്പനിക്ക്, ആ കമ്പനിയുമായിട്ട് ബന്ധപ്പെട്ട ഏത് ചോദ്യം ചോദിച്ചാലും എന്താ 9 മണിക്കൂർ പറയാനുള്ളത്? 9 മണിക്കൂറും ഉത്തരം പറഞ്ഞിട്ടുണ്ടാവില്ല, പറഞ്ഞതിൽ ക്ലാരിറ്റി ഉണ്ടാവില്ല, പരസ്പര ബന്ധം ഉണ്ടാവില്ല, രേഖകളും ഇതും ഒത്തുപോകുന്നുണ്ടാവില്ല. അല്ലെങ്കിൽ ED നടത്തിയ ചോദ്യം ചെയ്യലിൽ ബന്ധപ്പെട്ട മറ്റു കേന്ദ്രങ്ങളിൽ നിന്ന് കിട്ടിയ വിവരവും ഇവള് പറയുന്ന വിവരവും തമ്മിൽ ഒത്തുപോകുന്നില്ല. അതുകൊണ്ടല്ലേ. അപ്പോ എന്താ സ്ഥിതി? ഇപ്പോ ഒന്നും തൃപ്തികരമല്ല. ഇനിയിപ്പോ ബാങ്ക് അക്കൗണ്ടും ബാങ്ക് ലോക്കറും ഒക്കെ ED വന്ന് പരിശോധിക്കുകയാണ്. അതൊക്കെ നേരത്തെ മാറ്റിയിട്ടുണ്ടാവില്ല. പക്ഷേ തീർച്ചയായിട്ടും ഇനി മാറ്റിയാൽ തന്നെ കൂടുതൽ അപകടത്തിലേക്കല്ലേ പോവുക. ഈ വിവരക്കേട് കൊണ്ട് കാണിക്കുന്നതാണല്ലതൊക്കെ. സത്യത്തിൽ ഇത് എന്ന് തീരുമായിരുന്നു ഈ കേസ്? ആലോചിച്ച് നോക്കൂ. ഈ കേസ് EDയുടെ മുമ്പിൽ ഹാജരാകണമെന്ന് ആദ്യം നോട്ടീസ് കിട്ടുമ്പോൾ തന്നെ ഈ ഉമ്മൻചാണ്ടി ചെയ്തതുപോലെ കൃത്യസമയത്ത് ഓഫീസിൽ ചെന്ന് ഹാജരായി എന്താണ് ചോദ്യങ്ങൾ, അതിന് ഉത്തരം പറയാൻ പറ്റണ്ടേ. പോകാതിരുന്നത് നമ്മൾ വിചാരിച്ചത് തട്ടിപ്പ് കൊണ്ട് മാത്രമാണെന്നാ അല്ലേ? അങ്ങനെയല്ല എന്നാ ഞാൻ പറയണത്. തട്ടിപ്പ് നടത്തിയത് ഇവളല്ലാത്തത് കൊണ്ടാണ്. അപ്പൊ അങ്ങനെ വരുമ്പോ ഇപ്പോഴാണ് യഥാർത്ഥത്തിൽ ആരാണോ പ്രതി അങ്ങോട്ട് വരിക. നിവൃത്തിയില്ലാത്തൊരു ഘട്ടത്തിൽ ഇപ്പോൾ ഈ 9 മണിക്കൂർ ചോദ്യം ചെയ്തിട്ട് അവക്കൊന്നും പറയാനില്ല. എന്താ പറയാ? എന്നോട് അച്ഛൻ പറഞ്ഞെടുത്ത് ഞാൻ ഒപ്പിട്ട് കൊടുത്തു എന്ന് പറയാൻ പറ്റുമോ? അതുമാത്രം പറയരുതെന്നായിരിക്കും പറഞ്ഞ് പഠിപ്പിച്ചിട്ടുണ്ടാവുക, വക്കീലും പറഞ്ഞു കൊടുത്തിട്ടുണ്ടാവുക. അതായിരിക്കാം. അപ്പൊ പിന്നെ എങ്ങനെ ചോദ്യത്തിന് ഉത്തരം കിട്ടുക? എങ്ങനെയാ കേസിന് ക്ലാരിറ്റി വരിക? അപ്പോൾ 9 മണിക്കൂർ കഴിഞ്ഞാൽ ഇനിയും സമൻസ് അയക്കുന്നു. ഇനി ED ഇവള് പറഞ്ഞത് എല്ലാ സംഗതികളും നേരിട്ട് പോയി അന്വേഷിക്കുന്നു, ബാങ്ക് ലോക്കർ തുറന്നു നോക്കുന്നു. ഒക്കെ ആയിക്കോട്ടെ, എന്ത് മാറ്റിയാലും കൂടുതൽ അപകടത്തിലേക്കാണ് പോവുക. EDയെ തല്ലിയത് എന്തുമാത്രം വലിയ അപകടമായി. EDയെ തല്ലിയപ്പോഴാണ് നാഷണൽ ലെവലിൽ ED തീരുമാനിച്ചത് ഇനി ഇത് ചോദ്യം ചെയ്തിട്ട് തന്നെ കാര്യം. അങ്ങനെയല്ലേ ഇപ്പോൾ വന്നത്. രണ്ടാമത്തെ ചോദ്യം ചെയ്യലിന് 3-4 ദിവസം EDയുടെ സെൻട്രൽ ഉദ്യോഗസ്ഥന്മാർ വന്നിട്ട് അവർ മേൽനോട്ടത്തിലല്ലേ ആ പരിസരം. എന്നാ പിന്നെ വേണ്ടേ? ആലോചിച്ചു. സ്വന്തം വീട്ടിൽ ചെന്നിട്ട് ഒരു ചായ കൊടുത്ത് അവരെ ഇരുത്തി അവർ ചോദിച്ച ചോദ്യങ്ങൾക്ക് ഉത്തരം പറഞ്ഞ് വിട്ടാൽ മതി. അവിടെ ഗുണ്ടകളെ കൊണ്ടുവന്നുകൊണ്ട് എന്താ ഉണ്ടായത്? കൊച്ചിയിലെ ആഫീസിൽ. എന്നാ പിന്നെ ഗുണ്ടകളെ കിട്ടാഞ്ഞിട്ടാ കൊച്ചിയിൽ? കാര്യം മനസ്സിലായി, തൊട്ടാ വിവരമായി. പക്ഷേ ഇതിൽ ഈ റിയാസും പ്രതിയാകും, അല്ലെങ്കിൽ റിയാസിനും ഇതിൽ പങ്കുണ്ടെന്നൊക്കെ ചില രീതിയിൽ പറയുന്നുണ്ട്. അങ്ങനെ അത്തരത്തിൽ എന്തെങ്കിലും റിയാസും കൂടി, കാരണം പണമാണ് എല്ലാത്തിനും മുകളിൽ ആണ്. റിയാസിനെ കുറിച്ച് ആരും പറയുന്ന ആദ്യത്തെ വാക്യം, ഒന്നും കാണാതെ റിയാസ് ഒന്നിനും പോകാറില്ല. റിയാസ് വീണയെ കെട്ടിയതിൻ്റെ പിന്നിൽ പോലും അത്തരം സംഗതികളും ഇടപാടുകളും. ആരാ അതിൻ്റെ ബ്രോക്കർ? ആ കല്യാണത്തിൻ്റെ ബ്രോക്കർ. ആ ബ്രോക്കറുടെ പേര് ലോകം കേട്ടതാണല്ലോ. അയാളുടെ പേര് ഫാരിസ് അബൂബക്കർ എന്നാ. എങ്ങനെയുണ്ടായി ആ കല്യാണം? ഫാരിസ് അബൂബക്കറിനെ പോലെ ഒരു കഥാപാത്രത്തിന് വീണ വിജയനെ ഈ മുഹമ്മദ് റിയാസിനെ കൊണ്ട് കെട്ടിക്കേണ്ട കാര്യം എന്തായിരിക്കും? അപ്പോൾ ഇതൊരു വലിയ, നമ്മൾ വിചാരിക്കുന്നതിനൊക്കെ അപ്പുറത്തുള്ള ഒരു ലോകം ഇതിൻ്റെ പിന്നിലുണ്ടാകും. ഒരു പക്ഷേ വീണ വിജയൻ്റെ കമ്പനി നടത്തിക്കൊണ്ടുപോകാൻ എന്തായാലും പിണറായി വിജയനെ പോലുള്ള ഒരാൾക്കൊരു ശേഷിയില്ലല്ലോ. മുഹമ്മദ് റിയാസിനും ഞാൻ മനസ്സിലാക്കിയെടുത്തോളം മുഹമ്മദ് റിയാസിൻ്റെ പണി അതല്ല. മുഹമ്മദ് റിയാസിന് ഇതിൻ്റെ ഗുണഭോക്താവായിട്ട് നിൽക്കാൻ. പക്ഷേ മുഹമ്മദ് റിയാസ് മുഖേന വീണ വിജയനെ കരുവാക്കി പിണറായി വിജയൻ്റെ അധികാരത്തിൻ്റെ തണലിൽ വേറൊരു വലിയ അധോലോകം നമ്മുടെ ക്ലിഫ് ഹൗസിൽ 10 കൊല്ലം നിന്ന് കളിച്ചിട്ടുണ്ട് എന്ന് വേണം കരുതാൻ. അത് പുറത്തു വരാനിരിക്കുന്നതേ ഉള്ളൂ. വീണ ഏറ്റവും ചുരുങ്ങിയത് പറയേണ്ടി വരും, ഇത് ഞാനല്ല എന്നെങ്കിലും പറയേണ്ടി വരും. വീണ വിജയൻ്റെ പേരിലാണ് അക്കൗണ്ട്, വീണ വിജയൻ്റെ പേരിലേക്കാണ് കമ്മീഷൻ വന്നത്, വീണ വിജയൻ്റെ അക്കൗണ്ടിലേക്കാണ് കാശ് വന്നത്. പക്ഷേ എവിടുന്നാണ് വന്നത് എന്ന് എനിക്കറിഞ്ഞൂടാ. അത് ചോദിക്കേണ്ടത് എന്നോടല്ല എന്ന് അവർ പറയുന്ന ഒരു ഘട്ടം വരും. അത് ഘട്ടം വരുമ്പോഴാണ് യഥാർത്ഥ പ്രതികളിലേക്ക് കേസ് പോവുക.
അത് പിണറായി വിജയനിൽ ചെന്നാൽ രാഷ്ട്രീയമായി തീർന്നു. കാരണം പിണറായി വിജയൻ ഇപ്പൊ തന്നെ ഏതാണ്ട് എക്സ്പോസ്ഡ് ആണ്. ഇത് ഇ ഡി പറയാൻ നിൽക്കണ്ട, ജനം പറഞ്ഞു കഴിഞ്ഞിരിക്കുന്നു. വിജയൻ കഴിഞ്ഞിരിക്കുന്നു, നിങ്ങൾ തന്നെയാണ് പ്രതി, വിജയൻ തന്നെയാണ് കാരണഭൂതൻ എന്ന് ജനം തിരിച്ചറിഞ്ഞു കഴിഞ്ഞിരിക്കുന്നു. പക്ഷെ അവിടെയും നിൽക്കുമോ എന്നാണ് എൻ്റെ ഒരു പേടി. കാരണം ഇ ഡി ഈ കേസ് അന്വേഷിക്കുമ്പോൾ ഇത്ര ഗൗരവം കൊടുക്കുന്നുണ്ടെങ്കിൽ പിണറായി വിജയൻ്റെ ഈ ബന്ധങ്ങൾ, ദുബായ് ബന്ധം, വിദേശ ബന്ധം, വീണ വിജയൻ്റെ ബന്ധങ്ങൾ, പാരീസ് അബൂബക്കറിൻ്റെ കണക്ഷൻ, ഇതെല്ലാം കൂടി ഈ കേസ് പിണറായിക്കും അപ്പുറത്തേക്ക് പോകുമോ എന്ന് വേണം ഇപ്പോൾ സംശയിക്കാൻ. അതാണ് ഇനിയുള്ള ദിവസങ്ങളിൽ നമ്മൾ കാണാൻ പോകുന്നത്. എന്ന് പറഞ്ഞാൽ ഈ കേസിൻ്റെ ഇപ്പോൾ ഈ കണ്ടതൊന്നും വീണ വിജയൻ ഒരു എന്താ പറയുക, ഐസ്ബർഗിൻ്റെ മൂല പോലും അല്ല. മഞ്ഞുമല അവിടെ കിടക്കുന്നേ ഉള്ളൂ. വലിയ ലോകമായിരിക്കും അത്. വരട്ടെ, നമുക്ക് കാണാം.